ബേബി പ്രൊഡക്ട്സും ബേബി ഷാമ്പുവും ടീനേജ് കഴിഞ്ഞിട്ടും അഡൾട്ട്ഹുഡിലെത്തിയിട്ടും യൂസ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഇത് എല്ലാവരുടെ സ്കിന്നിലും സേഫ് ആണോ? ബേബി പ്രൊഡക്ട്സ് ജനറലി മൈൽഡർ ആണ്. ബേബി പ്രൊഡക്ട്സിന് അലർജി കുറവായിരിക്കും എന്നാണ് നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും വിചാരിക്കുക. എല്ലാവരുടെ സ്കിന്നിലും ഇത് ശരിയായിക്കൊള്ളുന്നില്ല. സെൻസിറ്റീവ് സ്കിന്നല്ല, വെരി ഡ്രൈ സ്കിന്നാണ് എന്നുള്ളവർക്ക് ചിലപ്പോൾ ബേബി പ്രൊഡക്ട്സിന് കുഴപ്പമുണ്ടാവില്ല. ബേബി പ്രൊഡക്ട്സ് ബേബിയുടെ സ്കിന്നിന് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. കുട്ടികളുടെ സ്കിൻ സാധാരണയായിട്ട് കുറച്ച് ഡ്രൈ ആയിരിക്കും. അവരുടെ സ്കിൻ ബാരിയർ അഡൾട്ട്സിൻ്റെ സ്കിൻ ബാരിയറിന് ഡിഫറെൻ്റ് ആയിരിക്കും. ടീനേജേഴ്സിൻ്റെ സ്കിന്നിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും. കുട്ടികളുടെ സ്കിന്നിൻ്റെ ബാരിയറിന് ഡാമേജ് വരാണ്ടിരിക്കാനും അവരുടെ സ്കിന്നിന് മോയ്സ്ചറൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ബേബി മോയ്സ്ചറൈസേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പല ബേബി മോയ്സ്ചറൈസേഴ്സിലും ഫ്രാഗ്രൻസ് ഉള്ളതായിട്ട് നമുക്കറിയാം. സെൻസിറ്റീവ് സ്കിന്നുള്ള അഡൾട്ട്സോ ടീനേജേഴ്സോ ഇത് യൂസ് ചെയ്താൽ ഈ ഫ്രാഗ്രൻസ് കൊണ്ട് തന്നെ അലർജി ഉണ്ടാവാം. ബേബി സ്കിന്നിൽ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ് കുറച്ചുകൂടി സ്കിന്നിന് ഒക്ലൂഡിങ് ആവുന്നത്, സ്കിന്നിൻ്റെ ബാരിയർ റിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതായതുകൊണ്ട് ചിലരുടെ സ്കിന്നിൽ ആക്നെ പ്രോൺ, കൊമഡോൺസ് ഉണ്ടാക്കാൻ, പിമ്പിൾസ് ഉണ്ടാക്കാൻ ഇത് കാരണമാവാം. പിമ്പിൾസ് വരുമ്പോൾ ക്രീംസ് മാറ്റിക്കൊണ്ടിരിക്കും, മെഡിസിൻസ് പുരട്ടിക്കൊണ്ടിരിക്കും. ഈ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ കൊണ്ട് പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. ബേബി പ്രൊഡക്ട്സ് ചിലരുടെ സ്കിന്നിൽ കൊമഡോജനിക് ആവാം, പിമ്പിൾസ് ഉണ്ടാക്കാം എന്നുള്ള കാര്യം മനസ്സിൽ വെക്കണം. ഇതുപോലെ തന്നെയാണ് ബേബി ഷാംപൂസ്. കുട്ടികളുടെ സ്കാൽപ്പിലെ സ്കിൻ വളരെ ഓയിലി അല്ല. അവരുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷാംപൂ ടീനേജേഴ്സിനോ അഡൾട്ട്സിനോ യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിക്കൊള്ളുന്നില്ല. ടീനേജേഴ്സിനും അഡൾട്ട്സിനും സ്വെറ്റ് ഉണ്ടാവാം, ഓയിൽ ഉണ്ടാവാം, ഡസ്റ്റ് ഉണ്ടാവാം. ഇതെല്ലാം വാഷ് ചെയ്ത് കളയാൻ ബേബി ഷാംപൂ മതിയാവണമെന്നില്ല. മൈൽഡ് ഷാംപൂ ആണ്, ഹെയറിന് ഡാമേജ് ഉണ്ടാവില്ല, ഹെയർ ഫാൾ ഉണ്ടാവില്ല എന്ന് കരുതി ബേബി ഷാംപൂ മാത്രം യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ തലയിൽ ഇച്ചിങ്ങും ഡാൻഡ്രഫും വന്ന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും സ്കിൻ ടൈപ്പും നമ്മുടെ സ്കാൽ ടൈപ്പും മനസ്സിലാക്കി ആ പ്രൊഡക്റ്റിൻ്റെ കണ്ടൻസ് നമ്മുടെ സ്കിന്നിന് പറ്റുന്നതാണോ എന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. സേഫാണ്, മൈൽഡാണ്, കെമിക്കൽ കുറവാണല്ലോ എന്നെല്ലാം വിചാരിച്ച് വെറുതെ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കരുത്. പ്രോഡക്റ്റ് ശരിയായി മനസ്സിലാക്കി, സ്കിൻ ശരിയായി മനസ്സിലാക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ.